നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോലീസ് നീക്കം ഫലിച്ചു. പാലക്കാട് KPM ഹോട്ടലിൽ പരിശോധന നടത്തിയ അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ കണ്ടെത്തി. ലാപ്ടോപ്പ് എവിടെയെന്ന് വെളിപ്പെടുത്താതെ രാഹുൽ. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിൽ തുടരും. രാഹുലിന്റെ മൊബൈൽ ഫോൺ കണ്ടെത്തി പോലീസ്. പാലക്കാട് KPM ഹോട്ടലിൽ നടന്ന പരിശോധനയിലാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയിരിക്കുന്നത്. ലാപ്ടോപ്പ് എവിടെയെന്ന് വെളിപ്പെടുത്താൻ രാഹുൽ തയ്യാറായിട്ടില്ല. ലാപ്ടോപ്പ് എവിടെയെന്ന് വെളിപ്പെടുത്തിയ ശേഷമേ പാലക്കാട് തെളിവെടുപ്പിന് കൊണ്ടുവരൂ എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. വാങ്ങാൻ ഉദ്ദേശിച്ച ഫ്ളാറ്റിന്റെ ബിൽഡറുടെ മൊഴിയും രേഖപ്പെടുത്തു. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ രാഹുലിനെ കോടതി 3 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. രാഹുലിന്റെ ജാമ്യാപേക്ഷ 16-ന് പരിഗണിക്കും. യുവതിയുടെ പരാതിയിൽ പറയുന്ന ഹോട്ടലിലും പാലക്കാടും എത്തിച്ച് തെളിവെടുക്കുന്നതിനും വിശദമായ ചോദ്യം ചെയ്യലിനുമാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അറസ്റ്റിനെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ഇന്നും രാഹുൽ പ്രതികരിച്ചില്ല. പ്രതിയെ എത്തിച്ച തിരുവല്ല കോടതിയിൽ അടക്കം യുവജന സംഘടനകളുടെ പ്രതിഷേധം ഇരമ്പി. റിമാൻഡിൽ കഴിഞ്ഞ മാവേലിക്കര സബ് ജയിലിൽ നിന്ന് രാവിലെ 10 മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായുള്ള പോലീസ് വാഹനം പുറപ്പെട്ടു. ജയിലിന്റെ കവാടം മുതൽ പ്രതിക്കെതിരെ യുവജന സംഘടനകളുടെ പ്രതിഷേധം ശക്തമായിരുന്നു. സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് കനത്ത പോലീസ് വലയത്തിലായിരുന്നു തിരുവല്ല താലൂക്ക് ആശുപത്രിയിലും മജിസ്ട്രേറ്റ് കോടതിയും. വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച രാഹുലിന് നേരെ DYFI യുവമോർച്ച പ്രവർത്തകരും പാഞ്ഞെടുത്തു. തിരുവല്ല കോടതിക്ക് മുന്നിൽ രാഹുലിന് നൽകാൻ ട്രോഫിയുമായിട്ടാണ് യുവമോർച്ച പ്രവർത്തകർ കാത്തുനിന്നത്. രോഷത്തിനൊപ്പം ഉയരുന്ന പ്ലക്കാർഡുകളും ഉണ്ടായിരുന്നു. ആദ്യ കേസിൽ അതിജീവിത സമൂഹ മാധ്യമത്തിൽ കുറിച്ച ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് ബാനറുമായി DYFI SFI പ്രവർത്തകർ. പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് നീക്കിയാണ് പോലീസ് രാഹുലുമായി മുന്നോട്ട് പോയത്. 3 ദിവസത്തേക്കാണ് SIT കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. കെട്ടിച്ചമച്ച കേസാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രതിഭാഗം വാദിച്ചു. തന്നെ കൊണ്ട് നടന്ന് പ്രദർശിപ്പിക്കാനാണ് ശ്രമമെന്നും കസ്റ്റഡിയിൽ നൽകരുതെന്നും രാഹുൽ ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി 15-ാം തീയതി വൈകിട്ട് വരെ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയുമായി SIT സംഘം പോകുന്നതിനിടെ പ്രതിഷേധക്കാർ രാഹുലിന് നേരെ മുട്ടയെറിഞ്ഞു. രാഹുൽ ഒന്നും പ്രതികരിച്ചില്ല. പത്തനംതിട്ട AR ക്യാമ്പിൽ രാഹുലിനെ എത്തിച്ച് ചോദ്യം ചെയ്യൽ തുടങ്ങി. ബലാത്സംഗം നടന്നുവെന്ന് പറയുന്ന തിരുവല്ലയിലെ ഹോട്ടലിലടക്കം രാഹുൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ചില ഇലക്ട്രോണിക് വസ്തുക്കളും കണ്ടെത്താൻ ഉണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. 3 ദിവസത്തെ ഉത്തരങ്ങൾ പുറത്തു വരുമെന്നാണ് SITയുടെ കണക്കുകൂട്ടൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ബലാത്സംഗ കേസിലെ പരാതിക്കാരി അധിക്ഷേപിച്ച് കോൺഗ്രസ് വനിതാ നേതാവ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയാണ് അധിക്ഷേപിച്ചത്. സംഭവത്തിൽ അതിജീവിത DGPക്ക് പരാതി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചും നിലവിലെ പരാതികളിൽ സംശയം പ്രകടിപ്പിച്ചും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ആൾക്കൂട്ടത്തിന്റെ ഭീഷണിക്ക് വെറുപ്പിനും എറിഞ്ഞുകൊടുത്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. താൻ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പമാണെന്നും അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ അതിജീവിതന്റെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് ശ്രീനാദേവി വ്യക്തമാക്കിയത്. 1ാമത്തെ പരാതിയിൽ പീഡന ആരോപണം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെന്നും 2ാമത്തെ കേസിലും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. പുതിയ പരാതിയിൽ പെൺകുട്ടി ഉപദ്രവിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ വേദനയുണ്ട്. എന്നാൽ പീഡനത്തിന് ശേഷം പ്രതി ചെരുപ്പ് വാങ്ങി നൽകി, ഫ്ളാറ്റ് വാങ്ങാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള മൊഴികൾ കേൾക്കുമ്പോൾ ചില സംശയങ്ങൾ തോന്നുന്നില്ലേ എന്നും അവർ ചോദിച്ചു. ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയതിന്റെ കൂടുതൽ തെളിവുകളും പുറത്ത്. അതിജീവിത എന്ത് ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്യുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭീഷണി. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, എന്നാൽ നീ താങ്ങില്ല എന്നും രാഹുൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി. നാട്ടിലേക്ക് വന്നാൽ ആളുകളുമായി താൻ അതിജീവിതയുടെ വീട്ടിൽ വരുമെന്നും രാഹുൽ അയച്ച ഭീഷണി സന്ദേശത്തിൽ പറയുന്നു. ടെലിഗ്രാമിൽ നടത്തിയ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആരെയാണ് നീ പേടിപ്പിക്കുന്നത്? പ്രസ് മീറ്റ് നടത്താൻ വെല്ലുവിളിക്കുകയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഇങ്ങോട്ട് തന്ന ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിനും അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കും. പേടിപ്പിക്കാൻ നീയെന്നല്ല ഈ ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ട. പേടിക്കാൻ ഉദ്ദേശമില്ല. ഞാൻ മാത്രം മോശം, ബാക്കിയുള്ളവർ പുണ്യാളത്തികളുമായിട്ടുള്ള ഒരു പരിപാടിയും ഇനി നടക്കില്ല. ഈ പേടിപ്പിക്കുന്ന പരിപാടി 1 മാസം മുമ്പ് വരെയൊക്കെ നടത്തിയെങ്കിൽ അല്പമെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ എല്ലാത്തിൻ്റെയും എക്സ്ട്രീം കഴിഞ്ഞു നിൽക്കുകയാണ്. ഇത് ഇമേജ് തിരിച്ചുപിടിക്കലൊന്നുമല്ല, അത് നിന്റെ തോന്നലാണ്. നീ എല്ലാം ചെയ്തിട്ട് വാ, എന്നിട്ട് പിന്നെ നന്നായി ജീവിക്കുന്നേ എന്നാണ് രാഹുൽ അയച്ച ഭീഷണി സന്ദേശത്തിൽ പറയുന്നു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത കാര്യങ്ങളെല്ലാം അതിജീവിത രാഹുലിനോട് പറയുന്നതായി ചാറ്റിൽ കാണാം. ഈ സസ്പെൻഷൻ എങ്ങനെയെങ്കിലും പിൻവലിപ്പിച്ച് പാർട്ടിയിൽ തിരിച്ചു വന്ന് നിന്റെ ഇമേജ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമമുണ്ടല്ലോ, അത് കാണാം. അതൊന്നും അനുവദിക്കില്ല. ഞങ്ങളുടെയൊക്കെ ജീവിതം നശിപ്പിച്ച് നീ നിന്റെ ഇമേജ് തിരിച്ചുപിടിച്ച് പൊളിറ്റിക്കൽ കരിയർ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം ഞങ്ങൾ അനുവദിക്കില്ല
എന്ന് അതിജീവിത നൽകിയ മറുപടിയിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ നീക്കങ്ങൾ നടത്തുന്നതിനിടെ. കോൺഗ്രസ് സീറ്റ് നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അടുപ്പമുള്ളവരോട് രാഹുൽ പറഞ്ഞിരുന്നു. പാർട്ടി പുറത്താക്കിയപ്പോഴും പാലക്കാട്ടെ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നഗരസഭയിലെ ഏതാനും കൗൺസിലർമാരും MLA ഓഫീസിലും പൊതുചടങ്ങുകളിലും ഒപ്പം നിന്നത് പിന്തുണയായി രാഹുൽ കണക്കാക്കി. അതേസമയം പാർട്ടി നടപടി പിൻവലിക്കാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായി മാത്രമാണ് മത്സര ഭീഷണിയെ മുതിർന്ന നേതാക്കൾ കണ്ടത്. എന്നാൽ അറസ്റ്റോടെ അത്തരം ചർച്ചകൾക്കെല്ലാം തൽക്കാലം വിരാമമായി. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നീലപ്പെട്ടിയിൽ കോൺഗ്രസുകാർ സ്വർണം കടത്തിയെന്ന് ആരോപിച്ച് പോലീസ് പരിശോധന നടന്ന KP റീജൻസി ഹോട്ടലിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കസ്റ്റഡിയിലെടുത്തത്. അന്ന് പോലീസിനുണ്ടായ നാണക്കേട് ഒഴിവാക്കാൻ ജാഗ്രതയോടെ നീങ്ങണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പച്ചക്കൊടി ലഭിച്ചതോടെ ടീം സജ്ജമായി. മുൻകൂർ അനുമതി വേണ്ടെന്നും അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ സ്പീക്കറെയും നിയമസഭാ സെക്രട്ടേറിയറ്റിനെയും വിവരം ഇമെയിൽ ചെയ്ത് അറിയിക്കണമെന്നും നിർദ്ദേശം ലഭിച്ചു. ഇത് പ്രകാരം കത്തുകൾ ഡ്രാഫ്റ്റ് ചെയ്തു വെച്ചു. രാഹുൽ കഴിഞ്ഞ 2 ദിവസമായി പോകുന്ന സ്ഥലത്തൊക്കെ പോലീസ് പിന്തുടർന്നിരുന്നു. സ്പെഷ്യൽ ടീമിനെ സഹായിക്കുന്നതിനായി ഷൊർണൂർ DYSP N മുരളീധരനെ നിയോഗിച്ചതിന് സംഭവം നടക്കുന്നതിന് അല്പനേരം മുൻപ് മാത്രമാണ്. രാത്രി 10-ന് തന്നെ സംഘം ഹോട്ടലിന് സമീപം തയ്യാറായി നിന്നു. പക്ഷേ രാഹുലിനൊപ്പമുള്ളവർ ഭക്ഷണം കഴിച്ച് പിരിയാൻ 12 മണി കഴിഞ്ഞു. 12:15 സംഘം ഹോട്ടലിലെത്തി. 2002 നമ്പർ മുറിയിൽ ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്ന് രാഹുൽ പരാതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിഷേധിച്ചു. അഭിഭാഷകനെ ബന്ധപ്പെടണമെന്ന ആവശ്യം പോലീസ് അംഗീകരിച്ചില്ല. തുടർന്ന് പോലീസിനൊപ്പം പോകാൻ രാഹുൽ തയ്യാറായി. ആകെ എടുത്ത സമയം 15 മിനിറ്റ് മാത്രം. ആദ്യമുയർന്ന 2 പീഡന പരാതികളിലും ഒളിവിലിരുന്ന് മുൻകൂർ ജാമ്യം നേടിയെങ്കിൽ 3-ാം പരാതിയിൽ അതിന് അവസരം നൽകാതെയായിരുന്നു പോലീസ് നീക്കം. പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത രാഹുലുമായി പത്തനംതിട്ടയിലെ AR ക്യാമ്പിൽ എത്തിയ ശേഷമാണ് പത്തനംതിട്ട ജില്ലയിലെ പോലീസ് പോലും വിവരം അറിയുന്നത്. അതിജീവിതയുടെ മൊഴി രഹസ്യമായി രേഖപ്പെടുത്തി ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിച്ചാണ് SIT രാഹുലിനെ ചോദ്യം ചെയ്തത്. 3-ാം പരാതിയുടെ വിവരങ്ങൾ പുറത്തായാൽ രാഹുൽ വീണ്ടും ഒളിവിൽ പോകുമോ എന്നതും അന്വേഷണ സംഘം കണക്കിലെടുത്തിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ലൈംഗിക പീഡന കേസിൽ അറസ്റ്റ് ചെയ്യുന്ന വിവരം അറിഞ്ഞത് പാലക്കാട് ജില്ലയിലെ പോലീസിൽ 2 പേർ മാത്രം. ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറും ഷൊർണൂർ DYSP N മുരളീധരനും. മുരളീധരനെ രാഹുലിനെതിരെയുള്ള പീഡന പരാതികൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. രാഹുലിനെ കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് രേഖയിൽ ഒപ്പിട്ടതും N മുരളീധരനാണ്. പീഡന പരാതി അന്വേഷിക്കുന്ന SIT മേധാവി G പൂങ്കുഴലി പാലക്കാട് ASP ആയി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അന്ന് പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആയിരുന്നു N മുരളീധരൻ. സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി പീഡിപ്പിച്ചതായി യുവതിയുടെ പരാതിയിൽ പറയുന്നു. തടയാൻ ശ്രമിച്ചപ്പോൾ മുഖത്തടിച്ചു, തുപ്പി, കരഞ്ഞു നിലവിളിച്ചിട്ടും വിട്ടില്ല. ഗർഭിണിയായപ്പോൾ അവഗണിച്ചു. സഹോദരിയുടെ കല്യാണം മുടക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. വലിയ ബന്ധങ്ങളുണ്ടെന്ന് ഓർമ്മിപ്പിച്ച് ഭീഷണി തുടർന്നു. രാഹുലിനെതിരെ പരാതി നൽകിയവർക്ക് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നതിനാലാണ് പരാതി നൽകാൻ വൈകിയതെന്നും വിദേശത്ത് താമസിക്കുന്ന യുവതിയുടെ പരാതിയിൽ പറയുന്നു. പരാതിയിലെ പ്രധാന ഭാഗങ്ങൾ ഇതാണ്. വിവാഹം കഴിക്കാമെന്ന് രാഹുൽ നിരന്തരം വാഗ്ദാനം ചെയ്തിരുന്നു. 2024 ഏപ്രിൽ 8-ന് എന്നെ തിരുവല്ലയിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് മുറി ബുക്ക് ചെയ്യുന്നത് എന്തിനാണെന്നും റെസ്റ്റോറന്റിൽ ഇരുന്ന് സംസാരിച്ചാൽ മതിയല്ലോ എന്ന് ഞാൻ ചോദിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആണെന്നും ആളുകൾ തിരിച്ചറിഞ്ഞ് സെൽഫി എടുക്കാൻ വരുമെന്നും രാഹുൽ പറഞ്ഞു. ഞാൻ മുറി ബുക്ക് ചെയ്തു. ഒറ്റയ്ക്കാണോ എന്ന് ഹോട്ടൽ ജീവനക്കാർ ചോദിച്ചപ്പോൾ കൂടെ ഒരാളുണ്ടെന്ന് പറഞ്ഞു. ഹോട്ടലുകാർ നൽകിയ ഫോമിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെഴുതാതെ രാഹുൽ BR എന്നെഴുതി. ഞാൻ ID കാർഡ് കൊടുത്തു. രാഹുലിന്റെ ID കാർഡും അവർ ചോദിച്ചു. ആള് വന്നിട്ട് കൊടുക്കാമെന്ന് അവരോട് പറഞ്ഞ ശേഷം റൂമിൽ ചെന്ന് കാത്തിരുന്നു. രാഹുൽ എത്തിയപ്പോൾ റിസപ്ഷനിൽ ID കാർഡ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. നീ മണ്ടിയാണോ എന്നും എന്റെ പേര് കൊടുത്താൽ ആളുകൾ ശ്രദ്ധിക്കില്ലേ എന്നും പറഞ്ഞു. രാഹുൽ വന്നാൽ മുറിക്ക് പുറത്തു പോയി സംസാരിക്കാമെന്നാണ് കരുതിയിരുന്നത്. രാഹുൽ ആദ്യമായാണ് കാണുന്നത്. മുറിയിലേക്ക് വന്ന ഉടനെ രാഹുൽ അടുത്ത് വന്നിരുന്ന് എന്നെ വട്ടം പിടിച്ചു. എന്റെ മുഖത്തു പോലും നോക്കിയില്ല. കിടക്കയിലേക്ക് തള്ളിയിട്ട ശേഷം ക്രൂരമായി പീഡിപ്പിച്ചു. തടയാൻ ശ്രമിച്ചപ്പോൾ മുഖത്തടിച്ചു, തുപ്പി. ഞാൻ കരഞ്ഞു നിലവിളിച്ചിട്ടും വിട്ടില്ല. ഉപദ്രവിച്ച ശേഷം അയാൾ വേഗം മുറി വിട്ടുപോയി. ഞാൻ എങ്ങനെയാണ് ബസ് കയറി വീട്ടിലെത്തിയതെന്ന് അറിയില്ല. രാഹുലിന് വീണ്ടും മൊബൈലിൽ സന്ദേശം അയക്കുന്നത് തുടർന്നു. ചെരുപ്പ് വാങ്ങി നൽകാൻ ആവശ്യപ്പെട്ടു. എൻ്റെ അനുജത്തിയുടെ കല്യാണം വരികയാണെന്നും അയാൾക്ക് വലിയ ബന്ധങ്ങളുണ്ടെന്നും ഓർമ്മിപ്പിച്ചു. ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ബലാത്സംഗ പരാതിയിലെ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിനെ നോട്ടീസ് അയച്ച് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. രാഹുൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്ന് കാണിച്ച് പ്രോസിക്യൂഷൻ സമർപ്പിച്ച അപേക്ഷയിലാണ് കോടതി നോട്ടീസ് അയച്ചത്. ഈ മാസം 19-ന് രാഹുൽ നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ ഹാജരായി ജാമ്യം റദ്ദാക്കാതിരിക്കാനുള്ള കാരണം ബോധിപ്പിക്കണം. ഇതിന്മേൽ കോടതി വാദം പരിഗണിച്ച ശേഷമാകും ഉത്തരവുണ്ടാവുക. കേസിൽ അറസ്റ്റ് ചെയ്ത 16 ദിവസത്തിന് ശേഷം
ഡിസംബർ 15-നാണ് ജില്ലാ കോടതി രാഹുൽ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. അതിജീവിതയെ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിക്കരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ രാഹുൽ വീണ്ടും വീഡിയോയിലൂടെ അതിജീവിതയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചുവെന്നും ഭയപ്പെടുത്തുന്നതിന് തുല്യമാണിതെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. അതേസമയം തന്ത്രി കണ്ഠര് രാജീവരുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ വാജി വാഹനം കോടതിയിൽ നൽകി പ്രത്യേക അന്വേഷണ സംഘം. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് വാജി വാഹനം നൽകിയിരിക്കുന്നത്. പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജി വാഹനം തന്ത്രി കണ്ഠര് രാജീവര് കൈവശം വെച്ചിരിക്കുകയായിരുന്നു.